ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ ഒരു 3-വേ സ്പീക്കർ സിസ്റ്റം ക്രോസ് ഓവറിൽ കണക്ട് ചെയ്തിട്ട് അത് ചെക്ക് ചെയ്യുന്നതാണ്. അത് വർക്ക് ചെയ്ത് നോക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഇതിൽ സിപ്പിന്റെ ക്രോസ് ഓവറും പവർ ടോണിന്റെ 8-ഇഞ്ച് ഊഫറും 4-ഇഞ്ച് ഡൈൻറ്റിന്റെ മിഡ് റേഞ്ചും ജിടെക്കിന്റെ ട്യൂട്ടറുമാണ് ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വർക്ക് ചെയ്ത് നോക്കാൻ ഇത് മൂന്നും കൂടി 100 വാട്ട്സ് ആണ് ഉള്ളത്. ഈ പവർ ടോണിന്റെ ഊഫറിലും മിഡ് റേഞ്ചിലും ട്യൂട്ടറിലും ഒക്കെ വയറ് ഷോൾഡർ ചെയ്ത് വെച്ചതാണ്. കറക്റ്റായിട്ട് ഷോൾഡർ ചെയ്ത് വെച്ചാണ് ഇത്. കറക്റ്റായിട്ട് ഇതിലെല്ലാത്തിലും പൊളാരിറ്റി കറക്റ്റ് മാർക്ക് ചെയ്തതാണ്. ഇപ്പൊ ഡൈൻറ്റിന്റെ മിഡിലായാലും പവർ ടോണിന്റെ ഊഫറിലും ജിടെക്കിന്റെ ട്യൂട്ടറിലും ഒക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അവര് പൊളാരിറ്റി. അപ്പൊ അത് മാറാണ്ട് തന്നെ നമ്മൾ ക്രോസ് ഓവറിലും കണക്ട് ചെയ്യണം. ക്രോസ് ഓവറിലും കറക്റ്റ് സ്ക്രൂ ടെർമിനലിന്റെ മേലെ തന്നെ കറക്റ്റായിട്ട് പൊളാരിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട്. മൈനസും പ്ലസും കറക്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സിപ്പിന്റെ ക്രോസ് ഓവറിൽ അവര്. അപ്പൊ അത് മാറാണ്ട് കൊടുക്കണം. ഈ 3-വേ ഡ്രൈവർ സിസ്റ്റത്തിൽ കേൾക്കുന്ന ഒരു സുഖം നമുക്ക് ഒരിക്കലും ഈ 2-വേയിലോ അല്ലെങ്കിൽ ഹോം തിയേറ്ററിന്റെ സിംഗിൾ സ്പീക്കറിലോ ഹോം തിയേറ്ററിന് ഉപയോഗിക്കുന്ന 5 ചാനലിലോ കേൾക്കുമ്പോഴൊന്നും ആ ഒരു സുഖം നമുക്ക് ഒരിക്കലും കിട്ടില്ല. 3-വേയിൽ കേൾക്കുന്ന ഓംസും വാട്സും ഒക്കെ എല്ലാം കറക്റ്റ്, ബോക്സിന്റെ അളവും എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയാണെങ്കിൽ നമുക്ക് ആ ഒരു സുഖം അത് വേറെ തന്നെയാണ് കേൾക്കാൻ. അപ്പൊ ഊഫറിന്റെ കണക്ഷനാണ് ആദ്യം കൊടുക്കുന്നത്. ഇത് കറക്റ്റ് ആയിട്ട് ഇവിടെ മേലെ പൊളാരിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കറക്റ്റ് പൊളാരിറ്റി മാറാണ്ട സ്ക്രൂ ടെർമിനലിൽ കറക്റ്റ് ആയിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കണം. ഈ 3-വേ ഡ്രൈവർ സിസ്റ്റം നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ഈ 3-വേ സ്പീക്കറുകൾ കറക്റ്റ് ആയതുകൊണ്ട്, ക്രോസ് ഓവർ കറക്റ്റ് ആയതുകൊണ്ട് മാത്രം പോരാ, ആമ്പിൽ ഇടുന്ന ബാസ്റ്റബിൾ ബോർഡ് കറക്റ്റ് ആയിരിക്കണം. അതായത് 3-വേ ആയിരിക്കണം ബാസ്റ്റബിൾ ബോർഡ്, മിഡിന്റെ കൺട്രോൾ അല്ലെങ്കിൽ എക്വലൈസർ സിസ്റ്റം ആയിരിക്കണം. എന്നാലേ ആ ഒരു കൃത്യ വർക്കിംഗ് നമുക്ക് കിട്ടുള്ളൂ. ഇത് 2-വേ ബീറ്റ് ഇട്ടിട്ട് നമ്മൾ ഈ 3-വേ സ്പീക്കർ സിസ്റ്റം കൊടുത്തുകൊണ്ട് ഒരു കാര്യമില്ല, അത് കൃത്യ വർക്കിംഗ് കിട്ടില്ല. മിഡിന്റെ കണക്ഷനാണ് ഈ സെന്ററിൽ വരുന്നത്. നമ്മൾ ക്രോസ് ഓവറിന്റെ മിഡിന്റെ കണക്ഷനാണ് ഈ കണക്ട് ചെയ്യുന്നത്. ഇപ്പോ ഊഫറിന്റെ നമ്മൾ കണക്ട് ചെയ്തു, മിഡിന്റെതാണ് കണക്ട് ചെയ്യുന്നത്. കറക്റ്റായിട്ട് പൊളാരിറ്റി മാറാണ്ട്, ഞാൻ ആദ്യം പറഞ്ഞ പൊളാരിറ്റി മാറാണ്ട് കറക്റ്റായിട്ട് സ്പീക്കറിൽ നോക്കി അതേപോലെ തന്നെ ക്രോസ് ഓവറിൽ. ഇത് ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് നമ്മൾ ട്യൂട്ടറിന്റെ കണക്ഷൻ ഇപ്പൊ കണക്ഷൻ ചെയ്യുന്നത്. അവിടെ തന്നെ മേലെ തന്നെ ഇതിന്റെ ട്യൂട്ടർ, മിഡ് റേഞ്ച്, ഊഫർ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. കറക്റ്റ് ഇതുപോലെ സ്ക്രൂ ചെയ്ത് വെക്കുക. ഇത് ഷോൾഡർ ചെയ്യാനൊന്നുമില്ല ഇതില്. ഇത് കറക്റ്റായിട്ട് സ്ക്രൂ ടെർമിനൽ ആയതുകൊണ്ട് സിമ്പിൾ പരിപാടിയാണ്. കറക്റ്റ് ടൈറ്റ് ആക്കണം. ചിലപ്പോ ബോക്സ് ചേർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഊരിപ്പോകും. അതിപ്പോ കറക്റ്റായിട്ട് നല്ലോണം ടൈറ്റ് ആക്കണം ബോക്സിലൊക്കെ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ. ഇതിപ്പോ ഞാൻ പുറത്ത് വെച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല. ഈ ഡൈൻറ്റിന്റെ മിഡ് റേഞ്ച് നല്ലൊരു മിഡ് റേഞ്ച് ആണ്. കുറെ കാലം, ഒരു 10-20 വർഷം മുന്നൊക്കെ മറ്റേ ബ്രൈറ്റോൺ എന്ന് പറഞ്ഞ കമ്പനീന്റെ ഒക്കെ ഇറങ്ങിയ ആ ഒരു വർക്കിംഗ് ആണ് ഈ ഇതിനുള്ളത്, അന്നത്തെ ആ ഒരു വർക്കിംഗ്. ഇത് നമ്മൾ ആംപ്ലിന്ന് വരുന്ന ഔട്ടാണ്, സ്പീക്കർ ഔട്ട്. അത് കണക്ട് ചെയ്യേണ്ടതാണ് ഇവിടെ അതും പൊളാരിറ്റി മാറാണ്ട് നമ്മൾ കറക്റ്റായിട്ട് കണക്ഷൻ കൊടുക്കണം. ഇത് ചെക്ക് ചെയ്യുമ്പോൾ അറിയാം ഇതിന്റെ ഒരു ക്വാളിറ്റി കറക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ പറയാണ്ട് തന്നെ അറിയാം. പിന്നെ ഇത് ഉപയോഗിക്കുന്നവർക്കും അറിയാം ഈ ഒരു 3-വേ സ്പീക്കർ സിസ്റ്റത്തിന്റെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇത് ഉപയോഗിക്കുന്നവർക്കും അറിയാം. ഞാനൊരു 10-25 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് ഈ 3-വേ തന്നെ. ഞാൻ ഹോം തിയേറ്റർ അങ്ങനെയുള്ള ഒന്നല്ല ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഇതിലാണ് പാട്ട് കേൾക്കുന്നത്. പാട്ട് കേൾക്കാൻ കേട്ടോ, സിനിമ കാണാനല്ല, പാട്ട് കേൾക്കാൻ. ഈ ഒരു സ്പീക്കർ സിസ്റ്റം വർക്ക് ചെയ്യുന്ന ആംപ്ലിഫയറിലുള്ള ബാസ്റ്റബിൾ ബോർഡ് ഇതാണ്. 3-വേ ബാസ്റ്റബിൾ ബോർഡാണ്. ഇതിനെക്കുറിച്ച് യൂട്യൂബിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്റെ ചാനലിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു. ഇത് പോരാ, ഇത് ഊരി മാറ്റി, ഇത് അത്ര വലിയ വർക്കിംഗ് ഇല്ലാറുണ്ട്. ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന IC NE5532 ആണ്. ഒരു 25 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ബാസ്റ്റബിൾ ബോർഡാണ്. ഞാൻ ചെയ്യുന്ന ആംപ്ലിഫയറിലൊക്കെ ഈ ഒരു ബാസ്റ്റബിൾ ബോർഡ് തന്നെയാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. നല്ലൊരു ബാസ്റ്റബിൾ ബോർഡാണ്.